രാത്രി 10:55 അവസാനത്തെ ട്രെയിൻ. എന്താ പ്രാർത്ഥിച്ചത്? जगमे माया मृदुगे माया ഇതെന്താ സാർ തോക്കൊക്കെ എടുത്ത്? അന്ന് നക്സലൈറ്റുകാർ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നീ ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല, ഞാൻ എത്തിയിട്ടില്ല. ആ, ശ്രീകാകുളത്ത് നിന്ന് പീപ്പിൾസ് വാർ ഗ്രൂപ്പുകാർ ട്രെയിനിൽ കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് പോലീസ് അവരെ ഫോളോ ചെയ്യായിരുന്നു. പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞവർ ചാടി ഇറങ്ങിയത് ഈ സ്റ്റേഷനില. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെന്നെ ബന്ദിയാക്കി വെച്ചു ഇതിനകത്ത് 24 മണിക്കൂർ. അന്ന് ഡിപ്പാർട്ട്മെന്റ് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നതാണ് ഈ തോക്ക്. ഇന്നേ വരെ എനിക്കിത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്ന് നക്സലൈറ്റ് ആണെന്ന് സംശയം തോന്നിയെന്നും പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളെ പെട്ടെന്ന് വെടിവെച്ചു കൊല്ലാം. സാർ, ഞാൻ തമാശക്ക് പറഞ്ഞതാ, നീ പോക്കോ. അയാൾ വന്നോ? കാണാനില്ല. കണ്ടാൽ അറിയോ നീ? ഫോട്ടോ കണ്ടിട്ടുണ്ട് പവിയേട്ടന്റെ ആൽബത്തില്. ഇല്ലെന്നാണ് തോന്നണേ. Sorry, man. Good night. See you tomorrow.
അവസാനത്തെ ട്രെയിനും പോയി. ഭാഗ്യായി ഭാഗ്യായി മോളെ. ഈശ്വരൻ ഗിരിയുടെ പ്രാർത്ഥന കേട്ടല്ലോ. പവിയേട്ടനും ചേച്ചി എന്നും ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഭാഗ്യായി ഭാഗ്യായില്ലേ ചേച്ചി? ഇല്ലെങ്കിൽ പാവം ഗിരിയെ എനിക്ക് സങ്കടപ്പെടുത്തേണ്ടി വരുമായിരുന്നില്ലേ? മീനാക്ഷി, ഇവൻ ചോദിക്കുക ഇനി നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കാമോ? ഞാനിപ്പോ എന്താ പറയേണ്ടത്? നന്ദി, എല്ലാ ഈശ്വരന്മാർക്കും നന്ദി. ഇത് രഞ്ജി, മദ്രാസിൽ നിന്ന് വരിക. അഖിലേന്ദ്രന്റെ ഫ്രണ്ട്. ഹലോ. എന്താ എന്താ പ്രശ്നം? എന്തിനാ ഇയാൾ വന്നത്? ഗിരി ടെൻഷനാവണ്ടേ? അഖിൽ വന്നിട്ടില്ല, പകരം ഞാൻ വന്നു ആ ട്രെയിനിൽ. ഒരുപക്ഷെ ഫെയ്ത്ത് ഇങ്ങനെയായിരിക്കും. ദൈവം ഗിരിയുടെ ഭാഗത്താ. നന്നായി. എല്ലാം ജോസ് പറഞ്ഞു. സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ടു ഞങ്ങൾ. ഞാൻ പവിയേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ജോസ് പറഞ്ഞപ്പോ ഗിരിയെ കണ്ടിട്ടാകാമെന്ന് കരുതി. മദ്രാസില് ഞാനും അഖിലും ഒരുമിച്ചാണ് താമസം. മീനാക്ഷിയുടെ കത്ത് വന്നപ്പോ ഞാനാ പറഞ്ഞത് ആ കുട്ടി കാത്തിരിക്കട്ടെ, ഒരു സർപ്രൈസ് ആയിട്ട് അവസാനത്തെ ട്രെയിനിൽ ചെന്ന് ഇറങ്ങാമെന്ന്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ദൈവം ഗിരിയുടെ ഭാഗത്താണെന്ന്. നാട്ടിൽ നിന്ന് ഒരു ദിവസം എൻ്റെ അമ്മ വന്നു. അമ്മയെ അഖിലിന് വലിയ ഇഷ്ടാ, അമ്മയ്ക്കും. മീനാക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോ അമ്മ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പെൺകുട്ടികളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ശാപം കിട്ടുന്നൊക്കെ. പെട്ടെന്ന് അവനൊരു തോന്നല്, അന്ന് തന്നെ ഇങ്ങോട്ട് പോരണമെന്ന്. അതാ അവന്റെ സ്വഭാവം. തോന്നിയതാ. അന്ന് തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. കോറമണ്ഡൽ എക്സ്പ്രസിന് കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി. ഈ പേപ്പർ ഗിരിയും വായിച്ചു കാണും. അന്ന് ആ ട്രെയിനിൽ അഖിലും ഉണ്ടായിരുന്നു. വിവരം അറിഞ്ഞു ചെന്ന് മരിച്ചവരുടെ കൂട്ടത്തിലാണ് തിരഞ്ഞത് ആദ്യം. പക്ഷെ അവൻ മരിച്ചില്ല. ശരീരം മുഴുവൻ കത്തിക്കരിഞ്ഞ് കഴുത്തിന് കീഴ്പോട്ട് ആകെ തളർന്ന് ഇപ്പൊ അവന്റെ കിടപ്പ് കാണുമ്പോ മരിക്കായിരുന്നു ഭേദമെന്ന് തോന്നുന്നു. വിജയവാഡയിൽ ഒരു ഹോസ്പിറ്റലായിരുന്നു 1 മാസം. പിന്നെ ഞാൻ മദ്രാസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോ അവിടെ റെയിൽവേ ഹോസ്പിറ്റലുണ്ട്. വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളാൻ ഡോക്ടേഴ്സ് പറഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ജീവിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ജീവിക്കും.
മീനാക്ഷി ഇതൊന്നും അറിയരുതെന്നായിരുന്നു അവന്റെ നിർബന്ധം. അറ്റ്ലീസ്റ്റ് ഇന്ന് ഈ ദിവസം കഴിയുന്നത് വരെയെങ്കിലും. പിന്നീട് അഖിലിനെ മറന്ന് കത്തിൽ എഴുതിയതുപോലെ മറ്റൊരു വിവാഹം കഴിഞ്ഞ ശേഷം ഇത് അറിയുമ്പോൾ, ഇപ്പൊ അറിയുമ്പോൾ ഉണ്ടാവുന്ന അത്രയും ഷോക്ക് ഉണ്ടാവില്ലല്ലോ മീനാക്ഷിക്ക്. ഞാനും അങ്ങനെ തന്നെ കരുതി. പക്ഷേ ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. അഖില അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്നത്. ഒരു മാസം മുമ്പ് സ്റ്റേറ്റ്സിലേക്ക് പോകേണ്ടതായിരുന്നു ഞാൻ. എന്റെ ബ്രദേഴ്സ് അവിടെയാ. നല്ലൊരു ജോലിയുടെ ഓഫറും ഉണ്ട്. ഈ 15th മുമ്പെങ്കിലും അവിടെ എത്തണം. അവനെ വിട്ട് പോയില്ലായിരുന്നു ഞാൻ. പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല. അഖിലിനെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചിട്ട് പോകാനൊക്കില്ലല്ലോ. ഞാൻ എവിടെ ആക്കിയിട്ട് പോവും? പത്തനംതിട്ടയില് എന്റെ അമ്മയുടെ അടുത്താക്കിയിട്ട് പോയേനെ. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ വേറൊരാളുടെ സഹായം വേണം. പിന്നെ ഏതെങ്കിലും ചാരിറ്റി സെന്ററിലോ ശരണാലയത്തിലോ ആക്കിയിട്ട് പോവാം. അതിന് മനസ്സ് വരുന്നില്ല. എത്രയായാലും മീനാക്ഷിയും ഉമേച്ചിയും ഒക്കെ റിലേറ്റീവ്സ് ആയിട്ട് ഉണ്ടല്ലോ അവന്. മീനാക്ഷി എന്ത് വേണമെങ്കിലും തീരുമാനിക്കട്ടെ. ഇപ്പോ മീനാക്ഷിയുടെ ജീവിതത്തെക്കാളും എനിക്ക് വലുത് എന്റെ ഫ്രണ്ടിന്റെ അവസ്ഥ. എനിക്ക് നാളെ രാവിലെ തന്നെ പോണം. പ്ലീസ്, നിങ്ങളിപ്പോ പവേട്ടന്റെ വീട്ടിലേക്ക് പോയത്. ഇപ്പൊ മീനാക്ഷി ഇതറിഞ്ഞ അതോടെ എല്ലാം തീരും. ഒരുപാട് പ്രാർത്ഥിച്ചതാ, ഒരുപാട് വഴിപാടുകൾ നേർന്നതാ. എനിക്ക് വട്ടാണെന്ന് വരെ ജോസ് പറഞ്ഞു. ഒക്കെ വെറുതെയാവും. നിങ്ങൾ പറഞ്ഞ പോലെ കല്യാണത്തിന് ശേഷം എന്തെങ്കിലും ഇത് അറിയുമ്പോ ഇപ്പൊ ഉണ്ടാവുന്ന അത്ര ഷോക്ക് ഉണ്ടാവില്ല മീനാക്ഷിക്ക്. അതുവരെ മീനാക്ഷി ഒന്നും അറിയരുത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും ഗിരി? എനിക്ക് പോകാതെ വയ്യ. പോയിക്കോളൂ, നിങ്ങൾ പോയിക്കോളൂ. ഞാൻ നോയിക്കോളാകില്ലേ. നാളെ നമുക്ക് ഒരുമിച്ച് പോകാകില്ല അടുത്ത്. ജോസും വരും. എന്നിട്ട് തീരുമാനിക്കാം. അതുവരെ പവിയേട്ടൻ പോലും അറിയരുതൊന്നും.